35 വർഷമായി അരയ്ക്ക് താഴെ തളർന്നു കിടപ്പിലായ അങ്കമാലി സ്വദേശി മായയുടെ സർഗാത്മക സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സാഹിത്യ പുരസ്കാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മായ ബാലകൃഷ്ണന് വീട്ടിലെത്തി സമ്മാനിച്ചു. മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ശാരീരിക പരിമിതികളുണ്ടെങ്കിലും വായനയുടെയും എഴുത്തിന്റെയും ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തി മായ ബാലകൃഷ്ണൻ. വീൽചെയറിന്റെ സഹായത്തോടെ കഴിയുന്ന മായയ്ക്ക് തിരുവനന്തപുരത്തെ പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായില്ല. നാട്ടിലെവിടെയെങ്കിലും നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചതോടെ മന്ത്രി തന്നെ മായയുടെ വീട്ടിലെത്തി പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു. ഞാൻ എഴുതിയ എൻ്റെ പുസ്തകങ്ങൾക്കുള്ളൊരു അംഗീകാരം, അതൊന്നും ഞാൻ നേരിട്ട് വാങ്ങാൻ പോയിട്ടില്ല. അവിസ്മരണീയമായൊരു സംഭവം ആണിത്. ഞാൻ എഴുതി കിട്ടിയ അംഗീകാരം അത് നേരിട്ട് കൈ ഏറ്റി വാങ്ങുക എന്നുള്ളൊരു സന്തോഷമുണ്ട്. തുടികൊട്ട്, നിഷ്കാസിതരുടെ ആരൂഢം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന കുട്ടികളുടെ കഥാസമാഹാരം, നാലാം വിരലിൽ വിരിയുന്ന മായ, മായക്കാലം എന്നീ ആത്മകഥകളും രചിച്ചിട്ടുണ്ട്. നായത്തോട് നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. മീഡിയ 1 കൊച്ചി.